ആദ്യം വിനീഷിലേക്ക് പോവുകയാണ്. വിനീഷ്, ഈ SDP-യുടെ കാര്യം പറഞ്ഞു വന്നാൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചിരിച്ചു പോകും. ഫാസിസ്റ്റുകളെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ CPM-നൊപ്പം ചേരുകയാണ്, മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ CPM-നൊപ്പം ചേരുകയാണ് എന്ന് പറയുമ്പോൾ കേരളം അല്പം ഒന്ന് ചിരിക്കാതെ SDP-യുടെ ഈ പരാമർശങ്ങൾ എങ്ങനെ കേൾക്കും? തീർച്ചയായിട്ടും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ളൊരു നിലപാട് SDP വ്യക്തമാക്കുകയാണ്. അതിനെ അനുകൂലിക്കാൻ ഇപ്പോൾ CPM-ഉം തയ്യാറാകുന്നു എന്നതാണ്. ഈ SDP-യുടെ നിലപാട് വലിയ നിലപാട് എന്ന് തന്നെ നമുക്ക് പരിഹാസത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ SDP-യെ തള്ളിക്കളയാതെ തലോടുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചതാണ്. സമാനമായ രീതിയിൽ വോട്ടുറപ്പിക്കാനായി അല്ലെങ്കിൽ ഏത് വിധേനയും വർഗീയ ശക്തികളുടെ വോട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനായി ശിവൻകുട്ടി നടത്തുന്ന ഒരു തന്ത്രമുണ്ട്. നമുക്ക് നേമത്ത്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേമത്താണ് ഈ SDP വോട്ടുകൾ നിർണായകമാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 23,000-ലധികം വോട്ടുകൾ SDP-യുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 15,000 വോട്ടാണ് SDP-യുടെ പക്കലുള്ളത്. അതിനെപ്പോലും ഏത് വിധേനയും അവരിൽ നിന്ന് താങ്ങിക്കൊണ്ട് അവരിൽ നിന്ന് ആ ഒരു വോട്ട് മേടിക്കാനുള്ള ഒരു ശിവൻകുട്ടിയുടെ ഒരു തത്രപ്പാട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുതന്നെയാണ് കേരളത്തിൽ ആകമാനം നടക്കുന്ന ഒരു പ്രധാന അജണ്ടയായി CPM നീക്കി വച്ചിരിക്കുന്നത്. കാരണം BJP-ക്ക് എവിടെയാണോ ശക്തിയുള്ള മണ്ഡലങ്ങൾ, ആ ശക്തിയുള്ള മണ്ഡലങ്ങളിലൊക്കെ SDP-യുമായി കൂട്ടുകെട്ടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാനും തങ്ങളുടെ ഈ സർക്കാർ സംവിധാനം തുടർന്ന് കൊണ്ടുപോകാനുമുള്ള ശ്രമം സർക്കാർ തലത്തിൽ, CPM തലത്തിൽ സജീവമായി തന്നെ, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ LDF അത്തരത്തിലുള്ള തത്രപ്പാടിൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ SDP-യുടെ വർഗീയ പാർട്ടിയായ SDP-യുടെ വോട്ട് വേണ്ട എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പല ഘട്ടങ്ങളിലും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി CPI-യെ തള്ളാതെ തലോടി വന്ന സമയത്ത് അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറിയെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ തന്നെയാണ് പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. LDF-ന്റെ സംസ്ഥാന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് കാണാൻ സാധിച്ചില്ല. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പായി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പായി വർഗീയ ശക്തിയായ SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന തരത്തിൽ പരാമർശം നടത്തി. പിന്നീട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. അപ്പോഴും ഈ SDP-I CPM ഒരു അന്തർധാരയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായ പ്രീണനം തന്നെയാണ് സംസ്ഥാനത്ത് കാണാൻ സാധിച്ചത്. LDF-ന്റെ എല്ലാ കക്ഷികളും ഒപ്പം തന്നെ SDP-യും കൂട്ടിയോജിച്ചുകൊണ്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ബാന്ധവത്തെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിനെ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഇവർ SDP-യുടെ വോട്ട് വാങ്ങുന്നു, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നു, രാജ്യവിരുദ്ധ ശക്തികളുടെ വോട്ട് വാങ്ങാനാണ്. തീർച്ചയായും വിനീഷ്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ തന്നെ നിൽക്കുകയാണ്. എങ്കിൽ പോലും തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, ആറ്റിങ്ങൽ, അങ്ങനെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ, കട്ടക്കട അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, ഒരുപാട് പ്രചരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയോടുകൂടി നടന്ന മണ്ഡലങ്ങൾ, സ്വാഭാവികമായിട്ടും ഈ അവസാന നിമിഷം ആ മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ എത്രത്തോളം? വളരെ വേഗം. ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഒരു തത്രപ്പാട്ടിലും ഓട്ടപ്പാച്ചിലും തന്നെയാണ് സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ A+ മണ്ഡലമായി കാണുന്നത് 7 നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ 7 നിയോജക മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായി. 14 നിയോജക മണ്ഡലങ്ങളിലും സജീവമായി തന്നെ BJP-യുടെ പ്രവർത്തനം ശക്തമാകുന്നുണ്ട്. ഇത്തവണ എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക
എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം BJP ഇതുവരെയും പ്രവർത്തിക്കാത്ത തരത്തിൽ സംഘടനാ തലത്തിൽ ഏറ്റവും താഴെ തട്ടിൽ ബൂത്ത് തല പ്രവർത്തനത്തിൽ അച്ചടക്കപരമായ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി BJP മുന്നോട്ട് കുതിക്കുന്ന ഒരു മാറ്റമാണ് നമുക്ക് കേരളത്തിൽ ആകമാനം കാണാൻ സാധിച്ചത്. തിരുവനന്തപുരത്ത് സമാനമായ സാഹചര്യത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ ഒരു നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് LDFന് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങൾ LDFകാർ വോട്ട് ചോദിച്ച് വീടുകളിലെത്തുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിനെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും SDPI കൂട്ടുകെട്ടും വലിയ ചർച്ചകളാകുന്നു. ഈ SDPI കൂട്ടുകെട്ട് LDFനോടും കോൺഗ്രസിനോടും സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്ന തലത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ ചലനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം PK കൃഷ്ണദാസ് അടക്കമുള്ളവർ അവിടെയുള്ള NDA സ്ഥാനാർത്ഥിയായ PK കൃഷ്ണദാസ് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഇവിടെ നിലവിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപിടിച്ചുകൊണ്ടാണ് LDFും UDFും ഒരുമിച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പ്രത്യേകിച്ച് ലവ് ജിഹാദ് അടക്കമുള്ള വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളെ സംസ്ഥാനത്ത് LDFും ഒപ്പം തന്നെ UDFും അനുകൂലിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കും ലവ് ജിഹാദും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വോട്ട് ചോദിച്ച് SDPIയുടെ മുന്നിലും ജമാഅത്ത് ഇസ്ലാം പോലുള്ള വർഗീയവാദ സംഘടനകളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇരുവരും ഈ രണ്ട് കക്ഷികൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് SDPIയുടെ മുന്നിലും ജമാഅത്ത് ഇസ്ലാമിയുടെ മുന്നിൽ മുട്ടുമടക്കി രാജ്യത്തെ വിൽക്കുന്ന തരത്തിൽ വോട്ടിനായി തലകുനിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും ഇത്തവണ NDAയുടെ ഭാഗമാകും, NDAക്ക് വോട്ട് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് BJP. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടലുകളും വിലയിരുത്തലുകളും പ്രിയപ്പെട്ട